മലക്കൊമ്പനെ തളയ്ക്കാൻ നീ വെച്ച വെടിയൊക്കെ പാഴായി ശാലിനി. തോക്കില് വീണ്ടും ഉണ്ട നിറയ്ക്കാൻ മെനക്കെടണ്ട. സമയവും അധ്വാനവും പാഴ്. സുസ്മിതയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിലേ ഒരു വഴിയേ ഉള്ളൂ. വെള്ള പൊതപ്പിച്ചങ്ങ് തെക്കോട്ടെടുക്കണം. ആ, വിഷ്ണുവേട്ടൻ ചോദിച്ചില്ലേ ഞാൻ എങ്ങനെ വീണ്ടും ഇവിടെ എത്തിയെന്ന്? ശേഷിച്ച കാലം ഞാൻ കോടതിയും ജയിലുമായിട്ടൊക്കെ നരകിക്കുന്ന കരുതിയവർക്കുള്ള മറുപടിയായത്. പോലീസിനും കോടതിക്കുമൊക്കെ സത്യം ബോധ്യപ്പെട്ടു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ എനിക്കിപ്പോ നല്ല മതിപ്പും ആദരവും കേട്ടോ. പ്രീതിക്ക് കൊടുക്കാനുള്ള പായസത്തിൽ ഞാൻ വിഷം ചേർത്തു എന്നുള്ളത് സത്യമാ. പറയുന്നത് മുഴുവൻ കേട്ടിട്ട് റിയാക്ട് ചെയ്യും വിഷ്ണുവേട്ടാ. ഞാൻ ചേർത്തത് പ്രോട്ടീൻ പൗഡറാ. പ്രീതിയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രോട്ടീൻ പൗഡറിൽ വിഷം ചേർത്തിരുന്ന കാര്യം എനിക്കറിയില്ലല്ലോ. പ്രോട്ടീൻ പൗഡർ എനിക്ക് തന്നത് വസുമതി ആന്റി. അവർക്ക് പ്രീതിയുടെ കുഞ്ഞിനോട് അത്രയും വിരോധം ഉണ്ടായിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പ്രീതിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണേന്ന് പറഞ്ഞ് സ്നേഹം നടിച്ച് അവരെന്റെ കയ്യിലിത് തരുമ്പോ അതിൽ ഇങ്ങനൊരു കെണിയുണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കൃത്യം ചെയ്തത് താനാണെന്ന് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയാ പ്രീതിയുടെ കുഞ്ഞിനെ ഞാനാ ഇല്ലാതാക്കിയതെന്ന് സമ്മതിച്ചെന്ന് പറഞ്ഞ് അവര് കഥ മെനഞ്ഞത്. അത് വിശ്വസിച്ച പ്രീതി ഈ പാവം എന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു. എന്റെ കഴുത്തിന്റെ വേദന ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. പ്രീതിയോട് ദൈവം ക്ഷമിക്കട്ടെ. എന്താ നിങ്ങൾക്ക് ഇനിയും വിശ്വാസമായില്ലേ? വസുമതി ആന്റി പ്രോട്ടീൻ പൗഡർ മേടിച്ച കടയിലെ ബില്ലും രേഖകളും എല്ലാം ഉണ്ട്. അതും പോരെങ്കിൽ അവര് പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുന്ന CCTV വിഷ്വൽസും ഉണ്ട്. പ്രോട്ടീൻ പൗഡറിൽ വിഷം കലർന്നു ഫോറൻസിക്കാര് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പച്ചവെള്ളമെങ്കിലും കുടിക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ട് കൂട്ടാക്കുന്നില്ല. ഒരുപാട് അസുഖങ്ങളുള്ള ആളാ. വിഷം തീണ്ടിയതിന്റെ പദ്യവും മറുപദ്യമൊന്നും കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ആഹാരം കൃത്യമായിട്ട് കഴിക്കണമെന്ന വൈദ്യര് പറഞ്ഞിട്ടുള്ളത്. ആഹാരം മാത്രമല്ല, മുടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മരുന്നും മുടക്കി. മരുന്നും ഭക്ഷണമായിട്ട് ഞാൻ പലവട്ടം ചെന്ന് വിളിച്ചപ്പോഴും എന്നോട് തട്ടിക്കയറി. എന്നെ കഴിപ്പിക്കാൻ നീ ആരാന്നൊക്കെയാ ചോദിക്കുന്നെ. എന്നോട് അങ്ങനെയൊന്നും ചോദിക്കാറില്ലാത്തതാ. ഇങ്ങനെ പോയ ശാരദമ്മ നമ്മുടെ കൂടെ അധികകാലം കാണില്ല മോളെ. മോള് വന്നേ, നമുക്ക് കഴിക്കാം. ശാന്തിച്ചു പോയിക്കോ, ഞാൻ ആവശ്യമുള്ളപ്പെടുത്ത് കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നിർബന്ധിച്ച് കഴിപ്പിക്കണമെന്നാ ശാരദമ്മ പറഞ്ഞത്. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. മേലാൽ എന്റെ കാര്യങ്ങൾ ഇടപെടാൻ വരരുത്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ എന്റെ റൂമിൽ നിന്ന്. ഇറങ്ങിപ്പോവാൻ. സോറി മോളെ, ഇന്നലെ വരെ എന്റെ കൂടി വീടായിരുന്നു ഇത്. ഇറങ്ങിപ്പോവാനാ പറഞ്ഞേ. ഇവിടെ ആരും അത് വിശ്വസിച്ചിട്ടില്ല മോളെ. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയ സാറിനെ രക്ഷിച്ചത്. സാറില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ മോളെ, ഇനി എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഞാൻ പറഞ്ഞതിന് പ്രായശ്ചിത്താവില്ല അമ്മ. ഒന്നും വേണ്ട. നിന്നെ ഞങ്ങൾക്ക് പഴയ ശ്യാമയായിട്ട് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. നീയല്ല, നിന്റെ ഉള്ളിലെ മയക്കുമരുന്ന ഇതൊക്കെ ചെയ്യിച്ചെന്ന് ഞങ്ങൾക്കറിയാം. മോളെ, നിന്റെ ചിരിയും കളിയും കുസൃതിയും എല്ലാം ഈ വീട്ടിൽ നിറയണം. പോട്ടെ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് എന്റെ മോള് കരുത്. ആ നശിച്ച സാധനം ഇനി ഉപയോഗിക്കില്ലെന്ന് നീ എനിക്ക് വാക്കുതാ.
അത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ അമ്മേ. ജീവിതത്തിൽ ഒരിക്കലും ഞാനിനി മയക്കുമരുന്ന് കൈകൊണ്ട് തൊടില്ല. ഇത് സത്യം. പകരം അമ്മ എനിക്കൊരു വാക്ക് തരണം. എന്താടി? ഒരു 4 ദിവസത്തേക്ക് അമ്മ എന്നെ പുറത്തെവിടേക്കും വിടരുത്. പുറത്തു പോയാ ചിലപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് സംശയം അമ്മ. മോളെ, പുറത്തു പോവാൻ ചിലപ്പോ ഞാൻ വാശി പിടിച്ചു നിൽക്കും. പിന്നെ മറ്റാരും സമ്മതിക്കുന്നില്ല എന്ന് കണ്ട കണ്ണു വെട്ടിച്ച് പോകാൻ നോക്കിയെന്നും ഇരിക്കും. അതുപോലെ തടയാൻ ശ്രമിക്കുന്നവരെ ആക്രമിച്ചെന്നും ഇരിക്കും. എന്നാലും എന്നെ എങ്ങനെയും പിടിച്ചു നിർത്തണേ അമ്മ. അമ്മയോടൊപ്പം ആ പഴയ ശ്യാമയെ ജീവിക്കാനുള്ള കൊതിയുണ്ട് അമ്മ. താനെന്തെയ്യാ ആലോചിക്കുന്നേ? അല്ല, എനിക്കൊരു സംശയം. ഈ സുസ്മിത തന്നെയാവില്ലേ രോഹിത് അന്വേഷിച്ച് നടക്കുന്ന സുസ്മിത? നീയേ കൊറേ നേരമായിട്ട് എന്റെ കാറിന് പിന്നിലുണ്ട്. എന്റെ കാറിൽ എന്താ പരിപാടി? ഇത് എന്താടാ പരിപാടി? എടാ നീ എന്നിട്ട് എന്റെ കാറിൽ കയറി ഇരുന്നേന്ന്. കുറെ ഗുണ്ടകളുടെ പിടിയിൽ രക്ഷപ്പെട്ട് ഓടി വന്നതാ ഞാൻ. സാറിന്റെ കാറിൽ കയറി ഒളിച്ചതാ. രോഹിത്തെ, അല്ല ഇതെന്താ ഈ വഴി? നല്ല തിരക്കില്ലാ തോന്നുന്നു. സുസ്മിത അവളെ കണ്ടു ഞാനിവിടെ. ഇവിടെയോ? ആ, ഇതുവഴി അവള് പോയത്. ആയിരിക്കില്ലേ? എടോ, എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. എല്ലാം കൂടി വായിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് അന്ന് രോഹിത്തിനെ ആക്രമിച്ചത് അന്ന് ബാലേന്ദ്രൻ കൂട്ടരും കൂടിയിട്ടെന്നാ. ഇവിടുത്തെ സുസ്മിതയ്ക്ക് ആ ബാലേന്ദ്രനായിട്ടാണല്ലോ അടുപ്പം. പക്ഷെ ആ രോഹിത് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കഥയായിട്ട് ഇത് മാച്ച് ആവുന്നില്ല. ഈ സുസ്മിത ബാംഗ്ലൂരായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ അവളെ ഒരിക്കലും സംശയിക്കായിരുന്നത്. അതിന് പിന്നിലും എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിലോ? നമുക്കേ ഒരു ഭാഗ്യ പരീക്ഷണം നടത്തിക്കൂടെ? താനെന്തോ ഉദ്ദേശിക്കുന്നേ? സുസ്മിതയും രോഹിത്തും കൂട്ടിമുട്ടാനുള്ള ഒരു സാഹചര്യം അത് നമ്മൾ ഒരുക്കുന്നു. ഞാനേ നാളെ അവളെ ക്ഷേത്രത്തിലെത്തിക്കാം. അതിനുള്ളൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. അച്ഛനും നമ്മളെ സപ്പോർട്ട് ചെയ്യും. രോഹിത്തിനെ വിഷ്ണുവേട്ടൻ നാളെ ക്ഷേത്രത്തിലെത്തിക്കണം. പറ്റില്ലേ? അത് ഞാൻ സെറ്റ് ചെയ്തോളാം. ഓക്കെ. ഇതിൽ അവള് വീഴുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആരെയും കൂസാതെ മതിച്ചു നടന്ന് ഒറ്റയാനുള്ള വാരിക്കുഴിയ നാളെ നമ്മൾ ഒരുക്കുന്നത്. എന്നെ ഒന്ന് സഹായിച്ച വലിയ ഉപകാരമായിരുന്നു. ഒരു നിവൃത്തിയില്ല ചേച്ചി, ഒന്നുമില്ല എന്റെ കയ്യില്. ആ അതെ, ഒരു 50 രൂപ ഉണ്ടാവും എടുക്കാൻ. എന്തിനാ? ഭക്ഷണം കഴിക്കാനാ. ഭക്ഷണം കഴിക്കാനോ? വലിയ ഉപകാരം. വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. നിങ്ങൾ പോയി കഴിക്ക്. ഇതിന്റെ ബാക്കി തരാൻ എന്റെ കയ്യില്. സാരമില്ല, വച്ചോളൂ. വെള്ളം വേണ്ട രാഘവേട്ട?
വാ മോളെ വന്നിരിക്കേ. എനിക്ക് വേണ്ട. ഇവിടെ ആരും തമ്മിൽ പിണക്കവും പരിഭവവും ഒന്നും വേണ്ട. നാളെ ആയാലും നീ ഇവിടുന്ന് തന്നെയല്ലേ കഴിക്കേണ്ടത്. വാ ഇരിക്കേ. എടി ഇരിക്കടി, നമ്മുടെ വീടല്ലേ ഇത്. വാ മോളെ. ആ അല്പം വൈകിയെങ്കിലും കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. അത് പിന്നെ പായസത്തിൽ വിഷം കലക്കിന്ന് പറഞ്ഞിട്ട് ഈ പാവം സുസ്മിത നമ്മൾ എന്തുമാത്രം സംശയിച്ചു. പ്രീതിയും ശാലിനിയും അച്ഛനും എല്ലാവരും സംശയിച്ചു. ഇവരൊക്കെ എത്ര ഉറപ്പിച്ചു പറഞ്ഞപ്പോ എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നായിരുന്നില്ല. എന്നാലും സുസ്മിത എങ്ങനെയാ അതൊക്കെ ചെയ്യുക? പ്രീതിയുടെ കുഞ്ഞിനില്ലാതൊക്കെ ഇവളത് ചെയ്യോ അമ്മ? അതുകൊണ്ട് ഇവൾക്ക് എന്താ നേട്ടം? അമ്മ മാത്രമേ സുസ്മിതയോടൊപ്പം നിന്നത്. ഇപ്പൊ എന്തായി? അമ്മയുടെ നിലപാട് ശരിയാണെന്ന്. ഇവളുടെ ഈ ഖേദപ്രകടനം പോലും കള്ളമാണെന്ന് എനിക്ക് സംശയമുണ്ട് രാഘവേട്ട. അല്ല സത്യാമ്മേ, സത്യമായിട്ടും ഖേദിച്ചതാ. പറഞ്ഞു പറഞ്ഞു രണ്ടും കൂടി എങ്ങോട്ടായി പോകുന്നേ? ആമേ, പിണക്കങ്ങളൊക്കെ മറന്ന് എല്ലാവരും ഇപ്പൊ ഒരുമിച്ചിരിക്കുക. ഇനിയും പഴങ്കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. സുസ്മിതയെ സംശയിക്കരുതെന്ന് നീ പറഞ്ഞതുപോലെ നീ ശാലിനിയെ സംശയിക്കാൻ പാടില്ല. സുസ്മിതയുടെ കല്യാണം നടത്താൻ ഇനി എന്ത് ചെയ്യണമെന്നാ നിങ്ങളൊക്കെ പറയുന്നത്? അമ്മ, ഈ മയിലാടുങ്കാവ് ക്ഷേത്രത്തിലെ മാംഗല്യ വ്രതത്തെ പറ്റി കേട്ടിട്ടില്ല അമ്മ? എന്റെ അമ്മയെ ക്ഷിപ്രപ്രസാദിയായി ദേവിയല്ലേ അവിടുത്തേത്? ഈ അവിവാഹിതരായ യുവതികളെ മംഗല്യ പൂജ നടത്തി കഴിഞ്ഞാൽ ഉടനെ കല്യാണം നടക്കുന്നതാണ് അതിന്റെ ഒരു വിശ്വാസം. എന്തോ കെണിയുണ്ടല്ലോ. ഈ കുടുംബത്തിലെ ഏറ്റവും ഒടുവില് സുമംഗലായ ആൾക്കാരുണ്ടല്ലോ, അവരെ ഭർത്തൃസമേതം മംഗലം കഴിക്കേണ്ട ആൾക്ക് വേണ്ടിയിട്ട് വ്രതപൂജ അങ്ങോട്ട് ചെയ്യണം. അത് പിന്നെ ഞാനും ശാലിനി കൂട്ടിയിട്ട് അങ്ങോട്ട് നടത്താലോ. പൂജയല്ലേ, എന്നാ പിന്നെ ചെയ്യാം. പക്ഷെ അത് എന്ന് ചെയ്യണമെന്നാ നീ പറയുന്നേ? അതിപ്പോ ഇന്ന് തന്നെ ആയിക്കോട്ടെ. എടാ, ഇന്നെന്ന് പറഞ്ഞാ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേടാ. എന്റെ അമ്മ, അത് നമുക്ക് സെറ്റപ്പ് ആക്കാം. എനിക്ക് വേണ്ടപ്പെട്ടുള്ള ക്ഷേത്ര കമ്മിറ്റിയിലുണ്ട്. അമ്മ ഒരു ഫോൺ കോള് മതി, വേണ്ട കാര്യങ്ങളെല്ലാം അയാൾ ചെയ്തു. അപ്പൊ ഇത് കെണി തന്നെ. നമ്മൾ അങ്ങോട്ട് ചെന്നാ മാത്രം മതി. എന്നാ ഇന്ന് തന്നെ ആവട്ടെ, അല്ലേ സുസ്മിത? ആന്റി, ഇന്ന് പോവാൻ പറ്റില്ലെന്നാണെങ്കിൽ പിന്നെ സുസ്മിതയ്ക്ക് ഈ കല്യാണം നടക്കാൻ താല്പര്യമില്ലെന്ന് അർത്ഥം. ഇന്ന് പോ ആന്റി. ഇത്തവണ നീ പെട്ടുമോളെ. പുരോഹിത്, ഞങ്ങളിവിടെ അമ്പലത്തിന്റെ പടിക്കെട്ടില് പടിപൂജ ചെയ്തോണ്ടിരിക്കുക. ഇങ്ങോട്ടൊന്ന് വരാവോ? വരാം ബ്രോ. ശരി ശരി.
എന്ന് പറഞ്ഞു. എന്റെ അമ്മേ, ശബരിമല കയറ്റി ഇതിനേക്കാൾ എളുപ്പമായിരിക്കും. എന്താ മോളെ, മടുത്തോ? ഏയ് ഇല്ല ആന്റി, നല്ല സുഖമുണ്ട്. എന്നാ നീ ഇവിടെ വന്ന് എന്ന് പടിപൂജ ചെയ്തോ സുസ്മിതേ? എത്ര ചെയ്യുന്നോ അത്രയും ഫലം കൂടും അല്ലേ അമ്മേ? അതെ എനിക്ക് അത്രയും സുഖം വേണ്ട. എന്നാ നടക്കട്ടെ സുസ്മിതേ. അയ്യോ, എന്താ മോളെ ചെയ്യുന്നത്? അല്ല ആന്റി, ഇതും ഇതിന്റെ ഒരു ഭാഗമല്ലേ? രക്ഷപ്പെട്ടു. എന്താ മോളെ? ഏയ് ഒന്നുമില്ല ആന്റി. എന്നാ ബാക്കിയും കൂടി തുടര്. എന്താ ബ്രോ? അത് കുറച്ച് താമരോട്ടുകൂടി വാങ്ങാണ്ടായിരുന്നു, അത് മറന്നുപോയി. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അല്ല നിക്ക്, പൈസ ഇത് വെച്ചു. ആ, ഇപ്പൊ വരാം. എന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ശാലിനി. രോഹിത് തരുന്നത് നമ്മുടെ സുസ്മിതയല്ല. ഇതെന്താ? അതവള് ഭക്തി കൊണ്ട് ചെയ്തതാ. അതെ, എപ്പോഴും നീ ഇങ്ങനെ തന്നെ നടന്നാ മതി. പഴയ രൂപത്തിനെക്കാട്ടും ഭംഗി ഇതിനാ. ഇനിയെങ്കിലും പയ്യന്മാരെ കിട്ടും. ചുമ്മാതല്ല ഈ മംഗല്യവ്രതത്തിന് ശക്തി ഉണ്ടെന്ന് പറയുന്നത്. ആന്റി, ഈ വിഷ്ണുവേട്ടൻ. വിഷ്ണു, നീ ഒന്ന് ചുമ്മാ തരുന്നേ. മോളെ വാ, നമുക്ക് പൂജ നടക്കുന്നിടത്ത് പോവാം. വാ. പോവാം. തുടങ്ങാലോ തിരുമേനി? തുടങ്ങാൻ സത്യാമ്മേ. ആ കാലമാടൻ എവിടെങ്ങാനും ഉണ്ടാവുമാവോ? മംഗല്യം നടക്കേണ്ട കുട്ടിക്ക് വേണ്ടി ആരാ വ്രതപൂജ ചെയ്യുന്നത്? ഞങ്ങളാ തിരുമേനി. രണ്ടാൾക്കും അങ്ങോട്ടിരിക്കാം. രണ്ടാളും നന്നായി പ്രാർത്ഥിച്ചോളൂ. കുങ്കുമമെടുത്ത് കുറച്ച് ഭർത്താവിന്റെ നെറ്റിയിൽ തൊടുവിച്ചോളൂ.
കയ്യിലുള്ളൊരു വെറ്റിലെടുത്ത് ഭാര്യയുടെ ഇടത് കൈയിൽ ബന്ധിച്ചോളൂ. രോഹിത് തേടി നടന്ന സുസ്മിത അവള് തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താ? രോഹിത്തിനെ വിശ്വസിച്ച് പണം മുടക്കിയവർക്ക് സുസ്മിതയെ കൊണ്ട് തന്നെ അവരുടെ പണം മടക്കി കൊടുക്കണം. രോഹിത്തിന്റെ അനിയത്തിയുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്തണം, അല്ലേ? അങ്ങനെ പണം മുടക്കി ആരുമില്ല. ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടി കാത്തുകിടക്കുന്ന ഒരു അനിയത്തി എനിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. എനിക്കറിയായിരുന്നടാ ഇത് നിന്നെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇത്രയും സമയം കാത്തിരുന്നത്. നീ നമ്മക്കിട്ട് പറയണോ? ഇല്ല ശാലി, ഇവനെന്ന് പറയണോ? നമുക്ക് സംസാരിക്കാം. ശാലി, ഇവൻ ആരാന്നറിയോ നിനക്ക്? ഇവൻ നമ്മളോട് പറഞ്ഞതല്ല കള്ളക്കഥകളാ. അവന്റെ റിയൽ എസ്റ്റേറ്റ് മാഫിയും ഹൃദയ ശസ്ത്രക്രിയക്ക് കാത്തെടുക്കുന്നവന്റെ അനിയത്തി എന്നോടത് പറയിക്കണ്ട. ഇവൻ ആദ്യം കണ്ടപ്പോ തന്നെ ഇവൻ പറഞ്ഞ കഥകളുടെ സത്യാവസ്ഥ അന്വേഷിച്ചിരുന്നു ഞാൻ. ഇവൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നത് എനിക്ക് ബോധ്യമായി. സുസ്മിതയെ തേടിയുള്ള അന്വേഷണം ഞാൻ വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് തന്നെ പക്ഷേ ഇവനെ എനിക്ക് വേണമായിരുന്നു. ഇവൻ എന്തിന് ഇത്രയും കള്ളം പറഞ്ഞു വന്നു എന്നറിയാൻ വേണ്ടിട്ട്. അതിന് കാരണം നിങ്ങളാ. ഞാനോ? അതെ. അപ്പോഴെനിക്ക് തോന്നി നിങ്ങൾ എന്തും ചെയ്യാൻ ശേഷിയുള്ള ഒരാളാണെന്ന്. വീട്ടിലെത്തി ശാലിനെ കണ്ടപ്പോ ഒരു കുടുംബമായി ജീവിക്കുന്ന ആളാണെന്നും പാവങ്ങളോടൊരു കരുണയുണ്ടെന്നും മനസ്സിലായി. അത് ചൂഷണം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എന്നുള്ളത് ശരിയാ. നീ വീണ്ടും കഥകൾ പറഞ്ഞു. വിഷ്ണുവിന് എനിക്ക് എന്ത് ശിക്ഷ വിധിക്കാം. പക്ഷേ സുസ്മിത എങ്ങനെ കണ്ടെത്തുകയായിരുന്നു എന്റെ ലക്ഷ്യം. കടബാധ്യതയുടെയും രോഗത്തിന്റെയൊക്കെ കഥ ഞാൻ പറഞ്ഞത് വിഷ്ണുവിന് കൂടുതൽ സഹതാപം തോന്നുമെന്ന് കരുതിയ. എത്രയും പെട്ടെന്ന് കണ്ടെത്തണമായിരുന്നു എനിക്ക് അവളെ. അങ്ങനെയല്ലെങ്കിലും സുസ്മിത എനിക്ക് ദ്രോഹം ചെയ്തവൾ തന്നെയാ. സുസ്മിത എന്റെ ലവർ തന്നെയായിരുന്നു. ഞാൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ച പെൺകുട്ടി. ഐസ്ക്രീം പാർലറുകൾ, ബീച്ചുകൾ, സിനിമാ തിയേറ്ററുകൾ, അങ്ങനെ സാധാരണ പ്രണയത്തിന്റെ എല്ലാ ലൊക്കേഷനിലൂടെയും കടന്നു പോയിട്ടുണ്ട് ഞങ്ങള്. അവൾ എപ്പോഴും പറയുമായിരുന്നു, രോഹിത് ഇല്ലെങ്കിൽ രോഹിത്തിനെ കാണാതെ വന്ന അവളുടെ മരണമാണെന്ന്. എന്റേത് ഒരു ഇടത്തരം കുടുംബമായിരുന്നു. സുസ്മിതയുടെ കാര്യം ഞാൻ വീട്ടിലറിയിച്ചു. അച്ഛനും അമ്മയ്ക്കും വിസമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല. അവര് സുസ്മിതയെ കണ്ടു. സന്തോഷത്തോടെ കല്യാണത്തിന് സമ്മതം മൂളി. കല്യാണ വിവരം നാടൊട്ടുക്ക് അറിയിച്ചു. വിവാഹ നിശ്ചയത്തിന് തീയതിയും കുറിച്ചു. ഇത്രയും ധനാഠ്യ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിലെ മരുമകളായി വരുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു ബന്ധുക്കൾക്ക് അപ്പോഴും. നിശ്ചയിച്ച ദിവസം വന്നു. പറഞ്ഞ സമയമായിട്ടും പെൺകുട്ടിയും വീട്ടുകാരും എത്തിയില്ല. സുസ്മിതയെ ഫോണിൽ വിളിച്ചപ്പോ നമ്പർ നിലവിലില്ല എന്ന സന്ദേശം. മറ്റാരുടെ നമ്പർ പരിചയമില്ല. ഞങ്ങൾ കാത്തിരുന്നു. സുസ്മിത മാത്രം വന്നില്ല. പരിചയക്കാരുടെയും ബന്ധുക്കളുടെയും പരിഹാസം. അഭിമാനിയായിരുന്നു അച്ഛൻ. കോഴിക്കോട് പോലെയുള്ളൊരു വീട്ടിൽ ഇതുപോലൊരു പെൺകുട്ടി വരുമോ എന്ന ചോദ്യം അച്ഛന്റെ നെഞ്ചിൽ തറച്ചു. നിശ്ചയപന്തലിൽ കുഴഞ്ഞു വീണത് എന്റെ അച്ഛൻ. പിന്നെ അവിടെ നിന്ന് എടുത്തു കിടത്തിയത് അച്ഛന്റെ ജീവനറ്റ ശരീരമായിരുന്നു. അപ്പോഴേക്കും സുസ്മിത
അവൾ എങ്ങോട്ടോ മാഞ്ഞു പോയിരുന്നു. ഒരിക്കലും എനിക്ക് പിടിതരാതെ. എന്ത് ശിക്ഷ കിട്ടിയാലും ഞാനതിന് തയ്യാറുമായിരുന്നു. പക്ഷേ എന്റെ അമ്മ പറഞ്ഞു വേണ്ടാന്ന്. അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത് തന്നെയാണെന്ന്. എന്ത് കാരണം കൊണ്ട് അവൾ ഞങ്ങളെ ഒഴിവാക്കിയതെന്ന് അറിയില്ല. പക്ഷേ അതേ കുറ്റങ്ങളും കുറവുകളും സഹിച്ച് ഞങ്ങൾക്കൊപ്പം അവൾ ജീവിക്കണം. അതുതന്നെയാ അവൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. ഒരുപാട് നാളുകൾ ഒടുവിൽ അന്വേഷണം ഇവിടെ എത്തി നിന്നു. ഞാൻ അവളിലേക്ക് എത്തി. ഇനി നിങ്ങൾ തടഞ്ഞാലും ഞാൻ അവളെ വിടില്ല. എന്റെ അച്ഛന്റെ ജീവന് കണക്ക് ചോദിക്കണം എനിക്ക്. ഇയാളിപ്പോ പറഞ്ഞതും പിന്നെ ഒരു കള്ളക്കഥ ഇട്ട് വരുമോ? പറയണം. വിഷ്ണുട്ടാ നിക്ക്. ഇനി എന്താ ഇയാളുടെ പ്ലാൻ? സുസ്മിത ഞാൻ കൊണ്ടുപോയി ശാലിനി എന്ത് വില കൊടുത്തു. സത്യാമ്മയുടെ മൂക്കിൻ തുമ്പത്തിന്ന് സുസ്മിതയെ കൊണ്ടുപോകാന്ന് രോഹിത് കരുതുന്നുണ്ടോ? ഇനിയിപ്പൊ അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ സത്യാമ്മ രോഹിത്തിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കൊന്നും അറിയില്ല ശാലിനി. പക്ഷേ രോഹിത്തിന് ഇത്രയും ദ്രോഹം ചെയ്ത സുസ്മിതയെ വെറുതെ വിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രോഹിത് ഇപ്പൊ ആഗ്രഹിക്കുന്നത് സുസ്മിതയായുള്ള വിവാഹം. അത് സത്യാമ്മ തന്നെ നടത്തി തരണം. അതേയുള്ളൂ ഇപ്പൊ ഇതിനൊരു വഴി. നോക്കട്ടെ, വഴിയുണ്ട്. ഈ സത്യഭാമയുടെ വീടിന്റെ പൂമുഖം വേഗം സ്ഥലം വിട്ടില്ലാന്നുണ്ടെങ്കിൽ ഡ്രോയിന്ന് പിസ്റ്റളിങ് എടുക്കും. മറക്കണ്ട. അതൊന്നും വസുമതിക്ക് പേടിയില്ല സത്യഭാമേ. പക്ഷേ അഭിനയത്തിൽ നിന്റെ അത്രയും വരില്ല ഞാൻ. എന്റെ മകന്റെ കുഞ്ഞിനെ വേണ്ടാന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നു നീ. എന്നെ മുന്നിൽ നിർത്തിയ നിന്റെ കരുനീക്കമെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നീ നിന്റെ ഏറ്റവും വിശ്വസ്തയായ സുസ്മിതയെ തന്നെ നിയോഗിച്ചു. ഞാൻ പ്രീതിക്ക് വേണ്ടി കൊടുത്ത പ്രോട്ടീൻ പൗഡർ നീ അതിനെ ആയുധമാക്കി. അതിൽ വിഷം ചേർത്തത് നീയോ അതോ സുസ്മിതയോ ഒന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അവിടെ നീ സമർത്ഥമായൊരു കളി കളിച്ചു. എനിക്ക് മുന്നിൽ കുറ്റം ഏറ്റു പറയാൻ നീ സുസ്മിതയെ പറഞ്ഞയച്ചു. അതോടെ നിന്നിൽ നിന്നും എന്റെ ശ്രദ്ധ തിരിഞ്ഞു. സുസ്മിതയാണല്ലോ കുറ്റവാളി. പിന്നെ ഞാനതിന് കൂടുതൽ അന്വേഷിക്കണം. ആ സമയത്ത് നീ എന്നെ ചതിക്കാനുള്ള കരുനീക്കം നടത്തുകയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല സത്യഭാമേ. എന്റെ മകനിനി ഇവളെ വേണ്ട. നിന്റെ മകൾക്ക് പ്രധാനം അമ്മയാണെങ്കിൽ എന്റെ മകനും അങ്ങനെ തന്നെയാണടി. വാടാ. അർജുനേട്ടാ,
അർജുൻ, ഇവിടെ വാ. അർജുനേട്ടാ, ആരെയാ നോക്കുന്നേ? കാറി കയറടാ. ഒരു ഈച്ച എത്തടക്കായിരുന്നല്ലോ. ഈച്ചയൊന്നും ഇതിലുണ്ടായിരുന്നില്ല. ആ, ഈച്ചയില്ലാന്നേ പെങ്ങള് പറഞ്ഞത് നേരെ. പക്ഷേ ഈച്ച ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ പിന്നെ ആരും ആ ചായ കുടിക്കത്തില്ല. അതുപോലെ പെണ്ണുങ്ങളുടെ ജീവിതവും. ശ്യാമ കൊച്ചു പെണ്ണ. ഒരു പോലീസുകാരൻ വിചാരിച്ച അവളെ ഒരു കേസിൽ പെടുത്താൻ വലിയ പാടൊന്നുമില്ല. സാറേ, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. ശ്യാമേന്നല്ല, അതുപോലുള്ള കൊച്ചു പെമ്പിള്ളാരുടെ എല്ലാം ജീവിതത്തിലേക്ക് പറന്നെടുക്കാൻ സാധ്യതയുള്ള ഈച്ചകളെയെല്ലാം കൂട്ടത്തോടെ കൊന്നൊടിക്കുമല്ലോ എന്നാ സാറേ ഇപ്പൊ എന്റെ ആലോചന. ആ, നമുക്ക് കാണാം. കാണണം. പോട്ടെ പെങ്ങളെ. ഇങ്ങോട്ട് വാടോ. ഇങ്ങോട്ട് മാറിക്കടോ. ആരായാള്? അമ്മാവനാ. ആരുടെ അമ്മാവൻ? എന്റെയോ? രാജീവിന്റെ. ഇയാൾക്കെന്താ ഈ വീട്ടിൽ കാര്യം? ഞാൻ പച്ചക്കറി. പച്ചക്കറിയോ? പറയണോ, കഞ്ചാവല്ലേ ഇതില്? അല്ല സാറേ, കഞ്ചാവൊന്നുമല്ല. ചീരയും പയറും മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും കത്തിരിക്കൊക്കെയാ. കൊണ്ടുപോയിക്കാ സാറേ. പിന്നെ ഒരു അപേക്ഷയുണ്ട്, അടുത്ത കാലത്തൊന്നും പുറത്തേക്ക് വിട്ടേക്കരുത്. ഞങ്ങളൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. പിന്നെ സാറിന് വലിയ ഉപകാരമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അദ്ദേഹത്തിന് വലിയ ഔഷധ ഗുണമൊന്നുമില്ല. എടുത്തോണ്ട് പോടോ. അയാളൊരു ചീരയും പയറും.
പേരെന്താ പറഞ്ഞു? രോഹിത്. അപ്പൊ അതാണ് രോഹിത്തിന്റെ കഥ. പ്രേമിച്ച പെൺകുട്ടി വഞ്ചിച്ചു. വിവാഹ നിശ്ചയം മുടങ്ങിയതിന്റെ നാണക്കേടിൽ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചു. അതെ സത്യമ്മേ. ഈ പട്ടിയെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? അല്ല, അവളിപ്പോ എവിടെയുണ്ട്? ദൈവമേ, ഇവിടെ തന്നെ ഉണ്ട്. എന്റെ ദൈവമേ. ഇവിടെയോ? അതെ സത്യമ്മേ, ഇവിടെ തന്നെ. എന്റെ കാര്യം കട്ടപ്പോക. ഈ നാട്ടിൽ എവിടെയോ അവളുണ്ട്. അവളെ ഞാൻ ഇവിടെ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. നേരെ മുന്നിൽ ഞാൻ നിൽക്കുകയല്ലേ. ഇവനെന്താ കണ്ണുപൊട്ടനാണോ? എന്താ അവളുടെ പേര്? വേറെ ഏത് പേര് വേണേലും നീ പറഞ്ഞോ, പക്ഷെ എന്റെ പേര് മാത്രം പറയല്ലേടാ. സുസ്മിത. ദേ പറഞ്ഞു, പട്ടി. സുസ്മിതയോ? അതെ സത്യമ്മേ, സുസ്മിത എന്ന അവളുടെ പേര്. അപ്പൊ സുസ്മിതയെ തെരഞ്ഞാണ് രോഹിത് ഈ നാട്ടിൽ വന്നത്. അതെ. അപ്പോ ജോലിയൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുക പുള്ളി. ഇവൻ പട്ടിണി കിടന്ന് ചാവണം. വിഷ്ണു പറഞ്ഞിട്ടാ ഞാൻ രോഹിത്തിനെ വിളിച്ചത്. ഇവിടെ ഡ്രൈവറായിട്ട് ഒരാളെ വേണം. ദൈവമേ, പാമ്പിനെ എടുത്ത് തോളി വെക്കാൻ പോവാണോ? നേരത്തെ ഒരാളുണ്ടായിരുന്നു, അയാളിപ്പോ ലീവില. അയാള് വരുമ്പോ മാറിക്കൊടുക്കണം കേട്ടോ. ഭാമാൻറ്റിക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടടാ, നീ പാവാണോ അല്ലയോന്ന്. നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടെ. എങ്ങോട്ടാ പോണ്ടത്? മുന്നോട്ട് തന്നെ പോട്ടെ. എങ്ങോട്ടെങ്കിലും തിരിക്കണമെങ്കിൽ ഞാൻ പറയാം. കുറെ നേരമായല്ലോ, നീ എന്നെ കുരങ്ങളിപ്പിക്കണോ? നീയെന്നോ? സത്യഭാമയുടെ വീട്ടിലെ ഡ്രൈവറാ നീ. എന്നെ നീ കൊച്ചമ്മയെന്ന് വിളിക്കണം, അല്ലെങ്കിൽ മാഡം. മനസ്സിലായോ? അല്ല, അങ്ങനെ കാട്ടിക്കൊടുക്കാൻ നിന്റെ കയ്യിൽ വേണ്ടത്ര തെളിവുകളൊന്നുമില്ലല്ലോ. എന്നെ കണ്ടപ്പോ ഒരു പരിചയഭാവവും കാട്ടിയില്ല നീ. അതായത് സത്യാമ്മയുടെ കാഴ്ചപ്പാടിൽ നീ സ്നേഹിച്ച സുസ്മിത ഞാനല്ല. വേണ്ടത്ര തെളിവില്ലാതെ അത് ഞാനാണെന്ന് പറയാൻ നിന്നെ കൊണ്ട് സാധിക്കേയില്ല. സത്യാമ്മയുടെ കണ്ണിൽ വീട്ടിലെ ഡ്രൈവർ മാത്രമാ നീ. നീ എന്നെ വേദനിപ്പിച്ചു എന്നറിഞ്ഞ സത്യാമ്മ നിന്നെ വെറുതെ വിടില്ല. നീ കാട്ടിയത് ശുദ്ധ മണ്ടത്തര രോഹിത്. വീട്ടിലെ ഡ്രൈവർ ആയതുകൊണ്ട് സത്യാമ്മയുടെ നിരീക്ഷണത്തിലായിരിക്കും നീ. വീട്ടിൽ താമസം കൂടി ആയതുകൊണ്ട് നിനക്ക് ഇനി അനങ്ങാൻ പറ്റില്ല. AI ക്യാമറയേക്കാൾ ശക്തവാ അവരുടെ കണ്ണ്. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഡ്രൈവർ എന്ന നിലയിൽ നിന്നെ ഞാനിങ്ങനെ പീഡിപ്പിച്ചോണ്ടേയിരിക്കും. വീട്ടിൽ കെട്ടിയിട്ട പട്ടിയെ പോലെ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ നിനക്ക് പറ്റില്ല. അതുകൊണ്ടേ സ്ഥലം വിട്ടോ. അല്ലെങ്കിൽ നീ ഞാൻ തന്നെയാ നിന്നെ വഞ്ചിച്ച സുസ്മിത എന്നുള്ള തെളിവും കൊണ്ടുവാ.
ഇതൊന്ന് പറയാൻ വേണ്ടിയാ നിന്നെ കൊണ്ട് ഞാൻ ഇവിടെ വന്നത്. സത്യാമ്മയുടെ വീട്ടിൽ നിന്റെ ആദ്യത്തെയും അവസാനത്തെയും രാത്രിയായിരിക്കണം ഇത്. ഇനി നമുക്ക് പോവാം. ആ, വൺ മോർ തിങ്. കോൾ മീ മാം. ഏയ് 1 മിനിറ്റ് മാഡം. നീ ചെയ്ത ആദ്യത്തെ തെറ്റ് സത്യാമ്മയ്ക്ക് മുന്നിൽ ആദ്യമേ എന്നെ കാട്ടിക്കൊടുത്തില്ല എന്നുള്ളതാ. അല്ല, അങ്ങനെ കാട്ടിക്കൊടുക്കാൻ നിന്റെ കയ്യിൽ വേണ്ടത്ര തെളിവുകളൊന്നുമില്ലല്ലോ. ഇത്രയും തെളിവ് മതിയോ മാഡം?